മാസപ്പടിക്ക് പിന്നാലെ ഉയർന്നു വന്ന കരിമണൽ വിവാദത്തിലും CPMന്റെ വാദങ്ങൾ ഓരോന്നായി പൊളിയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി വലിയ ചർച്ചകൾക്ക് CPM മുതിരില്ല. എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ കേസ് എല്ലാം നിശ്ചയിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ കേസിലെ ഓരോ വിശദാംശങ്ങളും പരിശോധിക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കേസിന് പിന്നാലെയാണ്. ഈ മൂന്ന് പേരുടെയും തീരുമാനം അതിനിർണായകമാണ്. SFIO അതിവേഗ നിഗമനത്തിലെത്തിയാൽ അടുത്ത നിമിഷം തന്നെ CBI അന്വേഷണം വരാൻ സാധ്യതയേറെയാണ്. സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRLന് നൽകിയ ഖനന കരാർ സർക്കാർ റദ്ദാക്കിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണത്തിന് ശേഷമാണ്. ഇതടക്കം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധിക്കും. അതിനുശേഷം കേസ് അന്വേഷണം CBIക്ക് വിടും. എന്നാൽ കർണാടക ഹൈക്കോടതി അന്വേഷണം തടഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPMനും ആശ്വാസമാകും. മാത്യു കുഴൽനാടൻ ഉയർത്തിവിട്ട വിവാദം കൊടുങ്കാറ്റായി മാറുകയാണിപ്പോൾ. സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ലെന്നും അതുവരെയുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത് 2019 ഫെബ്രുവരിയിലാണ്. ഇതിന് 4.5 വർഷം കഴിഞ്ഞാണ് CMRLന് ലഭിച്ച കരാർ റദ്ദാക്കിയത്. റദ്ദാക്കിയ ഉത്തരവിറക്കുന്നതിന് 3.5 മാസം മുൻപാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി ആരോപണം ഉയരുന്നത്. അതായത് കൈക്കൂലി വാങ്ങിയതിനും അനധികൃത സേവനം ചെയ്തതിനും തെളിവായി ഇതെല്ലാം മാറുന്നു. ഈ സാഹചര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അടുത്ത നടപടികൾ നിർണായകമാകും. CMRLന്റെ ഉപകമ്പനിയായ കേരള റെയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഖനനം നടത്തുന്നത്. ഈ കമ്പനിയാണ് CMRLനായി ഖനനത്തിനുള്ള കരാർ നേടിയത്. പൊതുമേഖലയിൽ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന വ്യവസ്ഥ വന്നിട്ടും കരാർ റദ്ദാക്കാതിരിക്കാൻ നോക്കിയതും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ജോയിന്റ് വെഞ്ചർ സാധ്യത നേടിയതും മുഖ്യമന്ത്രിയുടെ ഇടപെടലിന്റെ ഫലമായിട്ടാണെന്നാണ് മാത്യു കുഴൽനാടൻ MLA ആരോപിക്കുന്നത്. ഇതിന് രേഖകളുടെ പിൻബലവുമുണ്ട്. നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാനായിരുന്നു കുഴൽനാടന്റെ ശ്രമം. എന്നാൽ ഫോട്ടോസ്റ്റാറ്റ് രേഖയുമായി സഭയുടെ പവിത്രത കളയാൻ അനുവദിക്കില്ലെന്ന വാദത്തിൽ സ്പീക്കർ ഷംസീർ അനുവാദം നിഷേധിച്ചു. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഇതെല്ലാം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ വർഷം മുതൽ മകൾക്ക് കരിമണൽ കമ്പനി മാസപ്പടി നൽകുന്നുണ്ടെന്നും ഇതിന്റെ പ്രത്യുപകാരമായിട്ടാണ് കരാർ റദ്ദാക്കാതെ സഹായിക്കാൻ ശ്രമിച്ചതെന്നുമാണ് കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നത്. സ്വകാര്യ കമ്പനിക്ക് ഖനനാനുമതി പാടില്ലെന്ന് 2019 ഫെബ്രുവരിയിലെ കേന്ദ്രത്തിന്റെ ഉത്തരവിന് പിന്നാലെ CMRLന് നൽകിയ കരാർ സർക്കാരിന് റദ്ദാക്കാമായിരുന്നു. എന്നാൽ 2023 ഡിസംബർ 18-നാണ് കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വ്യവസായ വകുപ്പ് ഇറക്കുന്നത്. 2023 ഓഗസ്റ്റിലാണ് വീണ വിജയനെതിരെ മാസപ്പടി ആരോപണം വരുന്നത്. അങ്ങനെയല്ല കാര്യങ്ങളെന്നായിരുന്നു CPM പറഞ്ഞിരുന്നത്. എന്നാൽ രേഖ പുറത്തു വന്നതോടെ എല്ലാം മാറിമറിഞ്ഞു. CMRLനായി സേവനം ചെയ്തു കൊടുത്തത് വീണയല്ല, പിണറായി വിജയനാണെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. 2016-ൽ സുപ്രീം കോടതി CMRLന് ഖനനം നടത്താൻ അനുമതി നൽകാമെന്നാണ് വിധിച്ചത്. മാത്യു പറയുന്നത് പോലെയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിന് പിന്നാലെ അവർക്ക് ഖനനം നടത്താൻ അനുമതി നൽകാമായിരുന്നില്ലേ എന്നാണ് CPM നേതാക്കൾ ചോദിക്കുന്നത്. 2019-ൽ മാത്രമാണ് സ്വകാര്യ കമ്പനികൾക്ക് ഖനനം വിലക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത്. അതിനു മുൻപ് തന്നെ ഖനനം പൊതുമേഖലയിൽ മാത്രം എന്ന നയം ഒന്നാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. CMRLന് ഖനനത്തിന് അനുമതി നൽകിയതുമില്ല എന്നിങ്ങനെയാണ് മാത്യുവിന്റെ ആരോപണങ്ങളെ CPM ഖണ്ഡിക്കുന്നത്. എന്നാൽ നയത്തിലെ മലയാളം പരിഭാഷയിലെ മാറ്റം ശ്രദ്ധേയമാണ്. ഇവിടെ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് പറയുന്നു. ഇത് കരിമണൽ കമ്പനിക്ക് വേണ്ടിയാണെന്ന് വ്യക്തമാണ്. ഇതിനൊപ്പം കരാർ റദ്ദാക്കാൻ വൈകിയതും സുപ്രീം കോടതി അനുമതി നൽകിയിട്ടും ഖനന മേഖല സർക്കാർ വിജ്ഞാപനത്തിലൂടെ ഏറ്റെടുക്കാതിരുന്നതും എന്തുകൊണ്ടാണെന്നതിന് CPM ഉത്തരം നൽകിയിട്ടില്ല. 2016 മുതൽ വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിനും മുഖ്യമന്ത്രിയോ CPM നേതാക്കളോ മറുപടി നൽകിയിട്ടില്ല. CMRLനെ സഹായിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതായും അതിന് പ്രതിഫലമായാണ് മകൾ വീണയ്ക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ മാസപ്പടി ലഭിച്ചതെന്നും മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചിരുന്നു. കമ്പനിക്ക് കാര്യങ്ങൾ അനുകൂലമാകാനാണ് ഉത്തരവിറക്കാൻ വൈകിയതെന്നും കുഴൽനാടൻ അഭിപ്രായപ്പെട്ടു.